ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. മീനമാസം 1-ാം തീയതി എല്ലാവർക്കും പുതിയ മാസത്തിന്റെ ആശംസകൾ. നാരായണ. നാരായണ. നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിലെ 6-ാം അധ്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 39 ശ്ലോകങ്ങളുള്ള അധ്യായത്തിൽ 26 ശ്ലോകങ്ങൾ കണ്ടു. ഇനിയൊരു 1/3 കാണാനുണ്ട്. 5-ാം അധ്യായം മുതൽക്ക് പാലാഴി മദനം ആരംഭിച്ചു. 6 മുതൽ ഇനിയും 9-ാം അധ്യായം വരെയും പാലാഴി മദനം കഥകൾ തുടരും. നമുക്കത് കാണാം. ഇവിടെ 6-ാം അധ്യായത്തില് ദേവന്മാരുടെയും ബ്രഹ്മദേവന്റെയും മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമായതും ബ്രഹ്മദേവനും മഹാദേവനും ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതും ഭഗവാൻ അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും എന്താണ് ചെയ്യേണ്ടത്, പാലാഴി മദനം ചെയ്യാനുള്ള ആ നിർദ്ദേശങ്ങൾ ഭഗവാൻ കൊടുക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാനിരിക്കുന്നത് ആ പാലാഴി മദനം, അതിന്റെ പ്രാരംഭം ആണ്. മന്ദരപർവ്വതത്തെ കൊണ്ടുവരുന്നതും വാസുകിയെ കയറാക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് തുടർന്ന് വരുന്നത്. പിന്നീട് പാലാഴി മദനം ആരംഭിക്കുന്നു. അപ്പോ അതിനു മുമ്പായിട്ട് ദേവന്മാരെ അസുര രാജാവായ മഹാബലിയെ ചെന്ന് കണ്ട് സാന്ത്വനിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അമൃതമദനത്തിൽ പങ്കാളിയാവാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ അസുരന്മാരും അതിൽ സന്തോഷത്തോടെ പങ്കുചേരുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണാനിരിക്കുന്നത്. നമുക്ക് ആദ്യം 6-ാം അധ്യായം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം സ്തുതഃ സുരഗണൈഃ ഭഗവാൻ ഹരിരീശ്വരഃ തേഷാം ആവിരഭൂദ്രാജൻ സഹസ്രാർക്കോദയദ്യുതിഃ. തേനൈവ മഹസാ സർവേ ദേവാ പ്രതിഹതേ ക്ഷണാഃ നാപശ്യൻ ഖം ദിശക്ഷോണിം ആത്മാനം ച കുതോ വിഭും. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹ ശർവേണ താം തനും സ്വച്ഛാം മരതകശ്യാമാം കഞ്ചകദ്ഭാരുണേക്ഷണാം തപ്തഹേമാവദാതേന ലസത്കൗശേയവാസസാ പ്രസന്ന ചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർഭാതകപോല ശ്രീമുഖാംബുജാം കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം സുദർശനാദിവിശ്വാസ്ത്രൈഃ മൂർത്തിമദ്ഭിർ ഉപാസിതാം തുഷ്ടാവദേവ പ്രവരഃ സ ശർവഃ പുരുഷം പരം
സർവാമരഗണൈ സാകം സർവാംഗൈർ അവനിംഗതൈഃ. ബ്രഹ്മോവാച അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണസുഖാർണവായ അണോരണിമ്നെ അപരിഗണ്യധാംനെ മഹാനുഭാവായ നമോ നമസ്തേ. രൂപം തവൈതത്പുരുഷർഷഭേദ്യം ശ്രേയോർത്തിഭിർവൈദികതാന്ത്രികേണ യോഗേന ധാതഃ സഹനസ്ത്രിലോകാൻ പശ്യാമ്യമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. ത്വയ്യഗ്രാസീത് ത്വയ് മധ്യാസീത് ത്വയ്യന്ത ആസീദിതമാത്മതന്ത്രേ ത്വമാദിരന്തോ ജഗതോസ്യ മധ്യം ഘടസ്യ മൃത്സ്നേവ പരഃ പരസ്മാത്. ത്വം മായയാത്മാശ്രയയാ സ്വയേദം നിർമ്മായ വിശ്വം തദനുപ്രവിഷ്ടഃ പശ്യന്തി യുക്താ മനസാ മനീഷിനോ ഗുണവ്യവായേപ്യഗുണം വിപശ്ചിതഃ. യഥാഗ്നിം ഏതസ്യമൃതം ചകോഷു ഭുവ്യന്നമമ്പൂദ്യമനേ ച വൃത്തിം യോഗൈർമനുഷ്യാ അധിയന്തി ഹി ത്വാം ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി. തം ത്വാം വയം നാദ സമുജ്ജിഹാനം സരോജനാഭാതിചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗദാ നിർവൃതിമദ്യ സർവേ ഗഗാദവാർത്താ ഇവ ഗംഗമംബഃ. സത്വം വിതൽ സ്വാഖില ലോകപാലാ വയം യദർത്ഥാസ്തവ പാദമൂലം സമാഗതാസ്തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യമശേഷസാക്ഷിണഃ. അഹം ഗിരിത്രശ്ച സുരാദയോ യേ ദക്ഷാദയോഗ്നേരിവ കേതവസ്തേ കിം വാ വിദാമേ സ പൃഥഗ്വിഭാദാ വിധൽ സ്വശം നോ ദ്വിജദേവമന്ത്രം. ശ്രീശുക ഉവാച ഏവം വിരിഞ്ചാദിഭിരീഡിതസ്തദ്വിജ്ഞായ തേഷാം ഹൃദയം തദൈവ ജഗാത ജീമൂതഗഭീരയാ ഗിരാ ബദ്ധാഞ്ജലീൻ സംവൃത സർവകാരകാൻ. ഏക ഏവേശ്വരസ്തസ്മിൻ സുരകാര്യേ സുരേശ്വരഃ വിഹർതു കാമസ്ഥാനാഃ സമുദ്രോന്മഥനാദിഭിഃ. ശ്രീഭഗവാനുവാച ഹന്ത ബ്രഹ്മന്നഹോ ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവഹിതാഃ സർവേ ശ്രേയോ വസ്യാദ്യദാസുരാഃ. യാത ദാനവദൈതേയൈസ്താവത് സന്ധിർവിധീയതാം കാലേനാനുഗൃഹീതൈസ്തൈര്യാവദ്വോ ഭവ ആത്മനഃ. അറയോപി ഹി സന്ധേയാഃ സതി കാര്യാർത്ഥഗൗരവേ അഹിമൂഷകവദ്ദേവാ ഹ്യർത്ഥസ്യ പദവിം ഗതൈഃ. അമൃതോത്പാദനേ യത്നഃ ക്രിയതാം അവിളംബിതം യസ്യ പീതസ്യ വൈ ജന്തുഃ മൃത്യുഗ്രസ്തോ അമരോ ഭവേത്. ക്ഷിപ്ത്വാ ക്ഷീരോദധൗ സർവാവീരുതൃണലതൗഷധീഃ മന്ധാനം മന്ദരം കൃത്വാ നേത്രം കൃത്വാ തു വാസുകിം. സഹായേന മയാ ദേവാ നിർമ്മന്ദധ്വം അതന്ത്രിതാഃ ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യാ യൂയം ഫലഗ്രഹാഃ. യൂയം തദനുമോദധ്വം യദിച്ഛന്ത്യസുരാസുരാഃ ന സംരംഭേണ സിദ്ധ്യന്തി സർവേ അർത്ഥാഃ സാന്ത്വയാ യദാ. ന ഭേദവ്യം കാലകൂടാത് വിഷാദ് ജലധി സംഭവാത് ലോഭക്കാര്യോ നവോജാതു രോഷക്കാമസ്തു വസ്തുഷു. ശ്രീശുക ഉവാച ഇതി ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമഃ തേഷാം അന്തർദധേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വരഃ. അത തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹഃ ഭവശ്ച ജഗ്മതു സ്വം സ്വം ദാമ ഉപേയുർബലിം സുരാഃ. ദൃഷ്ട്വാരീനഭി അസംയത്താൻ ജാതക്ഷോഭാൻ സ്വനായകാൻ ന്യഷേദൈത്യരാജ് ശ്ലോക്യഃ സന്ധി വിഗ്രഹ കാലവിത്. തേ വൈരോജനിം ആസീനം ഗുപ്തം ജാസുരയൂതഭൈഃ ശ്രിയാ പരമയാ ജുഷ്ടം ചിദാശേഷം ഉപാഗമൻ. മഹേന്ദ്രഃ ശ്ലക്ഷ്ണയാ വാചാ സാന്ത്വയിത്വാ മഹാമതിഃ അഭ്യഭാഷത തത്സർവം ശിക്ഷിതം പുരുഷോത്തമാത്. തദരോചത ദൈത്യസ്യ തത്രാന്യേ യേ അസുരാദിവാഃ ശംബരോ അരിഷ്ടനേമിശ്ച യേ ച ത്രിപുരവാസിനഃ. തതോ ദേവാസുരാ കൃത്വാ സംവിദം കൃതസൗഹൃദാഃ
ഉദ്യമം പരമം ചക്രുഃ അമൃതാർത്ഥേ പരന്തപ. തതസ്തേ മന്ദരഗിരിം ഓജസോത്പാട്യ ദുർമദാഃ നദന്ത ഉദതിം നിന്യുഃ ശക്താ പരിഘബാഹവഃ. ദൂരഭാരോദ്വഹസ്രാന്താ ശക്രവൈരോചനാദയഃ അപാരയന്തസ്തംബോഢും വിവശാ വിജഹുഃപതി. നിപതൻ സഗിരിസ്തത്ര ബഹൂൻ അമരദാനവാൻ ചൂർണയാമാസ മഹദാഭാരേണ കനകാചലഃ. താംസ്തഥാ ഭഗ്നമനസോ ഭഗ്നബാഹൂരുകന്ദരാൻ വിജ്ഞായ ഭഗവാൻസ്തത്ര ബഭൂവ ഗരുഡധ്വജഃ. ഗിരിപാദവിനിഷ്പിഷ്ടാൻ വിലോക്യാമരദാനവാൻ ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവ്രണാൻ യഥാ. ഗിരിം ചാരോപ്യ ഗരുഡേ ഹസ്തേനൈകേന ലീലയാ ആരുഹ്യ പ്രയയൗ അബ്ധിം സുരാസുരഗണൈർവൃതഃ. അവരോപ്യ ഗിരിം സ്കന്ധാത് സുപർണഃ പദദാംബരഃ യയൗ ജലാന്ത ഉത്സൃജ്യ ഹരിണാ സ വിസർജിതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമദനേ ഷഷ്ഠോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ഗംഗ അഷ്ടമസ്കന്ധത്തിലാണ്, 6-ാം അധ്യായം. ദുർവാസാവിന്റെ ശാപം കൊണ്ട് സർവ്വ ഐശ്വര്യവും നഷ്ടപ്പെട്ടവരായ ദേവന്മാർ ബ്രഹ്മദേവനോടുകൂടെ മഹാദേവനെയും കൂട്ടി ഭഗവാൻ വൈകുണ്ഠനാഥനെ വന്ന് സ്തുതിച്ചതും, അത് കഴിഞ്ഞ് ഈ അധ്യായത്തിൽ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായതും, ആ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപവും അത് കണ്ട് ബ്രഹ്മദേവൻ മഹാദേവനോടുകൂടി ഭഗവാനെ സ്തുതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി കണ്ടു. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന കാര്യം അങ്ങയ്ക്ക് നല്ലതുപോലെ അറിയാം. അങ്ങ് സർവാന്തര്യാമിയാണ്, ഒന്നും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടെച്ചാൽ അങ്ങ് തന്നെ ചെയ്യുക. ഞങ്ങൾക്ക് സുഖം തരണം, ഞങ്ങൾക്ക് മംഗളം ഉണ്ടാവണം, ദേവന്മാർക്കും ദ്വിജന്മാർക്കുമെല്ലാം ശാന്തി ഉണ്ടാവണം, അതിനുള്ള മാർഗത്തെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ തന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്നവരായ ദേവന്മാരെ നോക്കി ഇപ്രകാരം ഒഴിഞ്ഞു. ഭഗവാൻ ഏകൻ ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശക്തനാണ്, ഈശ്വരനാണ്. പക്ഷെ എന്നിട്ടും വിഹർത്തുകാമഹ, ഒന്ന് വിഹരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, പുതിയൊരു ലീല ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട്, കാരണം തന്റെ ഓരോ ലീലകളും കാലാകാലങ്ങളിൽ ജനങ്ങൾക്ക് പാടി രസിക്കാൻ, അതിലൂടെ ഭഗവത് തത്വമറിയാൻ, അവരുടെ അജ്ഞാനത്തെ അകറ്റാൻ എല്ലാം സഹായിക്കും. അപ്പോ ഭഗവാന്റെ അവതാര ലീലകൾ അങ്ങനെ ലോകത്തിന് അനുഗ്രഹമായി തീരും. അപ്പൊ ഭഗവാൻ വിഹരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരോട് സമുദ്രമദനാദികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അല്ലയോ ബ്രഹ്മദേവ, അല്ലയോ ശംഭോ, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ ശ്രദ്ധയോടെ എന്റെ വാക്കുകളെ കേൾക്കുക. എങ്കിൽ നിങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. നിങ്ങൾ അസുരന്മാരുടെ അടുത്തേക്ക് ചെല്ലുക, സന്ധിയെ ചെയ്യുക. ഇപ്പോ അവരാണ് കാലത്താൽ അനുഗ്രഹീതരായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണമുള്ള കാലമാണ്. അപ്പൊ നിങ്ങൾക്ക് വൃദ്ധി ഉണ്ടാകുന്നത് വരേക്കും അവരുമായിട്ട് സന്ധി ചെയ്യുക. ശത്രുക്കളാണെങ്കിലും
കാര്യാർത്ഥ ഗൗരവം ഉള്ളപ്പോൾ സന്ധി ചെയ്യേണ്ടതാണ്. പാമ്പ് എലിയോട് സന്ധി ചെയ്യും പോലെ. കാര്യം കഴിഞ്ഞാലോ സന്ധിയെല്ലാം ഉപേക്ഷിക്കാം. അതുകൊണ്ട് അമൃതോൽപാദനത്തിനായിക്കൊണ്ട് നിങ്ങൾ താമസിയാതെ തന്നെ യത്നം ചെയ്യേണ്ടതാണ്. ആ അമൃതം കുടിച്ചു കഴിഞ്ഞാൽ ഏത് ജന്തുവാണോ അത് പാനം ചെയ്യുന്നത് അവൻ മൃത്യുഗ്രസ്തനാണെങ്കിലും അമരനായി ഭവിക്കും. അപ്പൊ എങ്ങനെയാണ് അമൃതമഥനം ചെയ്യേണ്ടത്? ക്ഷീരോദതിയിൽ വീരു തൃണ ലതാ ഔഷധികളെല്ലാം ക്ഷേപിച്ച്, സസ്യജാലങ്ങളെല്ലാം കൊണ്ടുപോയി ക്ഷേപിച്ച്, മന്ദരപർവ്വതത്തെ മന്ദാനം അഥവാ കടകോലാക്കിക്കൊണ്ട്, വാസുകിയെ നേത്രം കൃത്വ കയറാക്കി ചെയ്തുകൊണ്ട്, എന്റെ സഹായം ഉണ്ടാവും നിങ്ങൾക്ക് കൂടെ, നിങ്ങൾ ആലസ്യം കൂടാതെ വളരെ ഉത്സാഹത്തോടുകൂടി ആ പാലാഴിയെ മഥനം ചെയ്യുവിൻ. നിങ്ങൾ ശങ്കിക്കേണ്ട, അസുരന്മാർക്ക് ഇതിന്റെ പങ്ക് ചേരില്ല. ക്ലേശബാജോ ഭവിഷ്യദ്ദി ദൈത്യാഹ. ദൈത്യന്മാർക്ക് ക്ലേശം മാത്രമേ ഉണ്ടാവുള്ളൂ. യൂയം ബലഗ്രഹാഹ. ദേവന്മാരായ നിങ്ങൾക്കായിരിക്കും അതിന്റെ ഫലം ഗ്രഹിക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾ ആവക ശങ്കയും വേണ്ട. കാര്യമൊക്കെ ഞാൻ ഏറ്റു. എനിക്കറിയാലോ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് ഇനി പരിപാടി ആരംഭിക്കുമ്പോൾ അസുരന്മാർ എന്തൊക്കെ ഡിമാൻഡ് ചെയ്യുന്നു അതൊക്കെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക. യതിച്ചന്തി അസുരാഹ തദനുമോദദ്വം ന സംരംഭേണ സിദ്ധ്യന്തി സർവേ അർത്ഥാഹ സാന്ത്വയായത. നമ്മള് സമാധാനത്തിൽ, ശാന്തിയിൽ, സമഭാവത്തിൽ, കോംപ്രമൈസിൽ പോകുന്നത് പോലെ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് ശാന്തിയെ ഭജിക്കുക, സമചിത്തത ഉപേക്ഷിക്കരുത്. ഇനി കാളകൂട വിഷമെല്ലാം വരും പാലാഴി മഥനം ആരംഭിക്കുമ്പോൾ. അതൊന്നും കണ്ട് ഭയപ്പെടരുത്. അതുപോലെ വസ്തുക്കൾ പലതും പൊങ്ങി വരും. അതിലൊന്നും കാമവും ലോഭവും രോഷവും ഒന്നും വെക്കരുത്. അസുരന്മാരോട് രോഷം മത്സരിക്കരുത്. ആ വസ്തുക്കളുടെ നേരെ അധിക കാമമരുത്. ലക്ഷ്യം മറക്കരുത്. ലക്ഷ്യം അമൃതമാണ്. ഇങ്ങനെയൊക്കെ ഇതി ദേവാൻ സമാദിശ്യ, ഇപ്രകാരം ദേവന്മാരെ ഉപദേശിച്ച് ഭഗവാൻ പുരുഷോത്തമ തേഷാം അന്തർദതേ രാജൻ, അവർ നോക്കി നിൽക്കെ ഭഗവാൻ അന്തർദാനം ചെയ്തു. സ്വച്ഛന്ദഗതിയും ഈശ്വരനുമായിട്ടുള്ള ഭഗവാൻ അന്തർദാനം ചെയ്തു. ഇത്രയും പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. തുടർന്ന് ദേവന്മാരും എന്ത് ചെയ്തു, അസുരന്മാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. 27-ാം ശ്ലോകം മുതൽ. അധ തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹഃ ഭവശ്ച ജഗ്മതു സ്വം സ്വം ദാമോപേയുർബലിം സുരാഃ. അധ തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹഃ ഭവശ്ച ജഗ്മതു സ്വം സ്വം ദാമോപേയുർബലിം സുരാഃ. അധ, അനന്തരം, പുതിയൊരു കഥ ആരംഭിക്കുകയാണ്. അപ്പൊ അധ എന്ന് പറഞ്ഞിട്ട് നല്ല മംഗളവാചകത്തോടെ പറഞ്ഞു. അനന്തരം തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹഃ ഭവഃ ച. തസ്മൈ ഭഗവതേ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കൃത്യ, നമസ്കാരം കൃത്വ, നമസ്കാരത്തെ ചെയ്തു. ആരാ? പിതാമഹഃ, പിതാമഹനായ ആ ബ്രഹ്മദേവനും. ഭവശ്ച, ഭവനും, ഭവൻ മഹാദേവൻ. അപ്പൊ മഹാദേവനും ബ്രഹ്മദേവനും ആ ഭഗവാന് നമസ്കാരത്തെ ചെയ്തു. എന്നിട്ടോ സ്വം സ്വം ധാമ ജഗ്മതുഹു, സ്വം സ്വം ധാമ ജഗ്മതുഹു. അവിടെ ജഗ്മതുഹു എന്നുള്ളത് ദ്വിവചനമാണ്. എന്തുകൊണ്ട്? രണ്ടുപേരുള്ളത് കൊണ്ട്. ആരാ രണ്ടുപേര്? ബ്രഹ്മദേവനും മഹാദേവനും. അപ്പൊ അവർ രണ്ടുപേരും അവരവരുടെ ധാമത്തിലേക്ക് പോയി. അവർ മാത്രമേ പോയുള്ളൂ എന്നുള്ളതും കൂടി സൂചിപ്പിക്കാനാണ് ദ്വിവചനം പ്രയോഗിച്ചത്. ബാക്കിയുള്ളവരോ ദേവന്മാരോ അത് പിന്നെ പറഞ്ഞു. ഉപേയുഹു ബലിം സുരാഹ. സുരാഹ ബലിം ഉപേയുഹു, അതൊരു ക്രിയാരൂപം. മറ്റത് ജഗ്മതുഹു എന്നുള്ളത് ദ്വിവചനം പറഞ്ഞിട്ട് ഉപേയുഹു എന്ന് ബഹുവചനം പറഞ്ഞു. അത് ഉപേയുഹു, ഉപ ഇയുഹു, അടുത്തേക്ക് ചെന്നു, സമീപിച്ചു എന്നർത്ഥമാണ്. ആര്? സുരാഹ, ദേവന്മാര്. ആരെ? ബലിം, ബലിയെ സമീപിച്ചു എന്നാണ്. അപ്പോ ആ കാലത്ത് അസുരന്മാരുടെ രാജാവ്, ചക്രവർത്തി മഹാബലി ആയി കഴിഞ്ഞിരുന്നു. ഈ കാലത്ത്, ഈ അമൃതമഥന കാലത്ത് മഹാബലിയാണ്
അസുരന്മാരുടെ രാജാവ് അല്ലെങ്കിൽ നേതാവ്, ചക്രവർത്തി. അപ്പോ സുരാഹ ബലിം ഉപേയുഹു, ദേവന്മാർ ബലിയെ പ്രാപിച്ചു. മറ്റവർ രണ്ടുപേരും പിതാമഹനും ഭവനും സ്വം സ്വം ധാമ ജഗ്മതുഹു, ബ്രഹ്മദേവൻ തന്റെ ലോകത്തിലേക്കും മേരുപർവ്വതത്തിന്റെ മുകളിലുള്ള ബ്രഹ്മലോകത്തേക്കും ഭവൻ കൈലാസപർവ്വതത്തിന്റെ മുകളിലേക്കും പോയി എന്ന് താല്പര്യം. അപ്പൊ ഇനി മഹാബലിയുടെ അടുത്ത് ദേവന്മാർ ചെല്ലുന്നു. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? ദൃഷ്ട്വാരീൻ അപി അസംയത്താൻ ജാതക്ഷോഭാൻ സ്വനായകാൻ ന്യഷേദൈത്യരാട് ശ്ലോക്യഃ സന്ധി വിഗ്രഹ കാലവിത്. ദൃഷ്ട്വാരീൻ അപ്യസംയത്താൻ ജാതക്ഷോഭാൻ സ്വനായകാൻ ന്യഷേദൈത്യരാട് ശ്ലോക്യഃ സന്ധി വിഗ്രഹ കാലവിത്. ഇവിടെ ദേവന്മാർ അസുരന്മാരുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറയണം. അസംയത്താൻ എന്ന്. അസംയത്താൻ എന്ന് പറഞ്ഞാല് സംയത്തന്മാര് എന്ന് പറഞ്ഞാല് നല്ലതുപോലെ കച്ചകെട്ടി പ്രയത്നം ചെയ്യുന്നവരായിട്ട്, ഉദ്യതരായിട്ട്, സംയത്തന്മാര് എന്ന് പറഞ്ഞാല് വേണ്ടതുപോലെ എന്താ പറയുക, പടച്ചട്ടകളൊക്കെ കോപ്പുകളൊക്കെ അണിഞ്ഞുകൊണ്ട് വില്ലും അമ്പും എല്ലാം മൂർച്ചയാക്കിക്കൊണ്ട് എല്ലാം വലിച്ചു പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ മാതിരി ബലം പിടിച്ചു ചെല്ലുന്നത് സംയത്തന്മാരായിട്ട്, യുദ്ധത്തിന് സന്നദ്ധരായി പോകുന്നതിനെയാണ് സംയത്തന്മാരെന്ന് പറയുന്നത്. ഇവിടെ ദേവന്മാർ പോയത് അസംയത്തന്മാരായിട്ട് എന്ന് വെച്ചാലോ യാതൊരു പ്രയത്നവും ചെയ്യാതെ അഥവാ ഉദ്യമങ്ങളൊന്നുമില്ലാതെ പടക്കോപ്പുകളൊന്നുമില്ലാതെ ശാന്തിദൂതന്മാരായിട്ടാണ് ചെല്ലുന്നത്. വെള്ളക്കൊടിയുമായിട്ട് ചെന്നു, നിരായുധരായിട്ട് എന്ന് താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള അസംയത്താൻ അപി അരീൻ ദൃഷ്ട്വ, ആയുധമില്ലാത്തവരാണെങ്കിലും അരികളാണ്, ശത്രുക്കളാണ് അല്ലെ ആർക്ക്? അസുരന്മാർക്ക്. ആര്? ദേവന്മാര്. അപ്പൊ അരീൻ ദൃഷ്ട്വ, ശത്രുക്കളെ കണ്ടപ്പോൾ ബലിയുടെ നായകന്മാര്, അതാണ് സ്വനായകാൻ എന്ന് പറഞ്ഞത്, ബലിയുടെ സ്വന്തം നായകന്മാര് ജാതക്ഷോഭാൻ ദൃഷ്ട്വ, തന്റെ ആളുകള് ജാതക്ഷോഭന്മാരായിട്ടും ദർശിച്ചു. ശത്രുക്കളെ കാണുമ്പോൾ ക്ഷോഭം ഉണ്ടാവില്ലേ അല്ലേ? എന്തിനാ അവിടേക്ക് വലിഞ്ഞു കയറി വരണം, എന്താ അവരുടെ ഗൂഢോദ്ദേശം, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഒരു രീതിയിൽ ഉള്ളു ക്ഷോഭിച്ചുകൊണ്ട് വിക്ഷുബ്ധ ചിത്തരായിക്കൊണ്ട് സ്വയം ആയുധധാരികളായിക്കൊണ്ട് ഇവരെ ആക്രമിക്കാനായിക്കൊണ്ട് പുറപ്പെടും. ആര്? ഈ സ്വനായകന്മാര്, മഹാബലിയുടെ നായകന്മാര്, സേനാനായകന്മാര്. അപ്പോ ദൈത്യരാട്, ദൈത്യരാജാവ് ബലി, മഹാബലി നിഷേധിച്ചു. ആരെ നിഷേധിച്ചു? സ്വനായകാൻ നിഷേധത്, തന്റെ പടനായകന്മാരെ, അസുരനായകന്മാരെ അദ്ദേഹം തടഞ്ഞു എന്നർത്ഥം. ഹേയ്, അരുത്, അവരിപ്പോ യുദ്ധത്തിനല്ല വരുന്നത്, അവർ വരട്ടെ ഇങ്ങട്, അവർ ശാന്തിക്ക് വരുന്നു, ആയുധമൊന്നുമില്ലാതെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കണം. ഇനി അവർ യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ അപ്പൊ നോക്കാം, നമുക്ക് പേടിക്കണ്ട, ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കൂ, ഇപ്പൊ തന്നെ ആക്രമിക്കേണ്ട അല്ലേ? ഒന്നുമില്ലെങ്കിലും അവരൊരു ഒരേ അച്ഛന്റെ മക്കളും അല്ലേ, കശ്യപ പ്രജാപതിയുടെ മക്കളല്ലേ, സഹോദര ഭാവം ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. മത്സരമൊക്കെ ഉണ്ടെങ്കിലും വൈരമുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിലൊരു സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ കണികയൊക്കെ ഉണ്ടാവും. അപ്പോ മഹാബലി ആ ഒരു ഭാവത്തില് തന്റെ ആളുകള് യുദ്ധത്തിനായിട്ട് ഒരുമ്പെട്ടപ്പോൾ ജാതക്ഷോഭന്മാരായ സ്വനായകന്മാരെ നിഷേധിച്ചു ദൈത്യരാട്ട്. ആ ദൈത്യരാട്ടിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതാണ് ശ്ലോക്യഃ സന്ധി വിഗ്രഹ കാലവിത്ത്. രണ്ട് വിശേഷണങ്ങൾ മഹാബലിക്ക്. ശ്ലോക്യഃ എന്ന് പറഞ്ഞാൽ പ്രശംസനീയമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ശ്ലോകം ചെയ്യേണ്ടവൻ. ആരെക്കുറിച്ചാണോ പ്രശംസിക്കേണ്ടത് അവനാണ് ശ്ലോക്യൻ. ഭഗവാനെ ഉത്തമ ശ്ലോകൻ നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. ശ്ലോകം ചെയ്യാൻ ഉത്തമ ശ്ലോകൻ. ഇവിടെയും ശ്ലോക്യനാണ് എന്ന് പറഞ്ഞാലോ കീർത്തിക്കാനുള്ള യോഗ്യതകളൊക്കെ ഉള്ള ആളാണ്, മോശക്കാരനല്ല. അങ്ങനെയുള്ള ഉത്തമ ഗുണങ്ങളുള്ളവനും. സന്ധി വിഗ്രഹ കാലവിത്ത്, സന്ധികാലം വിഗ്രഹകാലം. വിഗ്രഹം എന്നാൽ യുദ്ധമാണ്, സന്ധി എന്നാൽ കോംപ്രമൈസാണ്. അപ്പൊ എപ്പോ സന്ധി ചെയ്യണം, എപ്പോ യുദ്ധം ചെയ്യണം, അതിനെക്കുറിച്ച് അതിന്റെ കാലം, അതിന്റെ അവസ്ഥ
നയങ്ങളെല്ലാം അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവന്മാരെ നിരായുധരായി വന്നിരിക്കുമ്പോൾ അവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസനീയമായ കർമ്മം ചെയ്യുന്നവനായ ശ്ലോക്യനായ മഹാബലി തന്റെ നായകന്മാരെ സാന്ത്വനിപ്പിച്ചു, സമാധാനിപ്പിച്ച് നിഷേധിച്ചു. ദേവന്മാർക്ക് സമാധാനമായി. അവര് മഹാബലിയുടെ അടുത്തേക്ക് വന്നു. അവരുടേതായിട്ടുള്ള വന്ന കാര്യം അവതരിപ്പിച്ചു. തേ വൈരോചനിം ആസീനം ഗുപ്തം ച അസുരയൂതവൈഹി ശ്രിയാ പരമയാജുഷ്ടം ജിതാശേഷം ഉപാഗമൻ. തേ വൈരോചനിം ആസീനം ഗുപ്തം ച അസുരയൂതവൈഹി ശ്രിയാ പരമയാജുഷ്ടം ജിതാശേഷം ഉപാഗമൻ. തേ എന്ന് പറഞ്ഞാ ദേവാഹ, ആ ദേവന്മാര് വൈരോചനിം ആസീനം, ആസീനം ഇരിക്കുന്നവനായ വൈരോചനിം. വൈരോചനി വിരോചനന്റെ പുത്രനാണ് മഹാബലി. പ്രഹ്ലാദന്റെ പുത്രനാണ് വിരോചനൻ, വിരോചനന്റെ പുത്രനാണ് മഹാബലി. അതുകൊണ്ട് മഹാബലിയുടെ ഒരു വിശേഷണമാണ് വൈരോചനി. വിരോചനസ്യ അപഥ്യം പുമാൻ ഇത് വൈരോചനി, വിരോചനന്റെ ആൺകുട്ടി എന്നർത്ഥം. അപ്പോ ആ ആസീനം വൈരോചനി അദ്ദേഹം എങ്ങനെയായിരിക്കണത്? അസുരയൂതഭൈഹി ഗുപ്തം, അസുരയൂതപന്മാരാൽ, അസുര സേനാനായകന്മാരാൽ ഗുപ്തം, ചുറ്റും സേവിക്കപ്പെട്ടവനായി, രക്ഷിക്കപ്പെട്ടവനായി, ബോഡി ഗാർഡ്സായിട്ട് അസുര സേനാനായകന്മാരൊക്കെ ഉണ്ട്. ആ മഹാബലിന്റെ അടുത്തേക്കാണ് ഇന്ദ്രനും ദേവന്മാരും ചെല്ലുന്നത്. അപ്പൊ ശ്രിയാ പരമയാജുഷ്ടം, ആ മഹാബലിയുടെ ഒരു ഇരിപ്പ് ഒരു ഒന്നൊന്നര ഇരിപ്പാണ്. പരമയാ ശ്രീയാജുഷ്ടം, പരമമായ ശ്രീയോട് സേവിക്കപ്പെട്ടവനായിട്ട് എന്ന് വെച്ചാലോ ഒരു രാജകീയമായിട്ടുള്ള സർവ്വ ഐശ്വര്യത്തോടും കൂടിയവനായിട്ട് എന്നർത്ഥം. അദ്ദേഹത്തിന് എല്ലാ ശോഭയും എല്ലാ ഐശ്വര്യവുമുണ്ട്, എല്ലാ ആലവാലങ്ങളുമുണ്ട്. സിംഹാസനവും ആലവട്ടവും വെഞ്ചാമരവും അല്ലേ, അദ്ദേഹത്തിന് ജൈവളിക്കാനുള്ള ആളുകളും കൊടപിടിക്കാനുള്ള ആളുകളും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഐശ്വര്യത്തോട് സമൃദ്ധിയോട് കൂടി സേവിക്കപ്പെടുന്നവൻ എന്നർത്ഥം. ശ്രീയാ പരമയാജുഷ്ടം. എന്തുകൊണ്ട്? ജിത അശേഷം, അശേഷം ജിതം. അദ്ദേഹം ലോകം മുഴുവൻ ജയിച്ചിരിക്കുകയാണ്, ദിഗ്വിജയം ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കുന്നവനാണ്, എല്ലാവരെയും ജയിച്ചിരിക്കുന്നവനായിട്ടുള്ള, സർവരെയും ജയിച്ച് ഏകാധിപതിയായിരിക്കുന്നവനാണ് ഇവിടെ മഹാബലി. അപ്പൊ അങ്ങനെയുള്ള ആ വൈരോചനിം ഉപാഗമൻ, ഉപാഗമന് ആഗമന് അടുത്തേക്ക് ചെന്നു. ആര്? ദേവന്മാര്. എന്നിട്ട് മഹേന്ദ്ര ശ്ലക്ഷ്ണയാ വാചാ സാന്ത്വയിത്വാ മഹാമതിഃ അഭ്യഭാഷത തത്സർവം ശിക്ഷിതം പുരുഷോത്തമാത്. മഹേന്ദ്ര ശ്ലക്ഷ്ണയാ വാചാ സാന്ത്വയിത്വാ മഹാമതിഃ അഭ്യഭാഷത തത്സർവം ശിക്ഷിതം പുരുഷോത്തമാത്. മഹേന്ദ്ര, ദേവന്മാരുടെ നേതാവായ ഇന്ദ്രൻ. തലയിരിക്കുമ്പോ വാലാട്ടാൻ പാടില്ലല്ലോ അല്ലേ? അപ്പോ ഒരു ടീമിന്റെ ലീഡർ ഉള്ളപ്പോ മറ്റുള്ളവർ സംസാരിക്കാൻ പാടില്ല. അദ്ദേഹമാണ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കേണ്ടത്. അപ്പൊ അവിടെ മഹേന്ദ്ര, ആ ഇന്ദ്രൻ തന്നെ, മഹാമതിഹി എന്ന ബുദ്ധിമാനാണ്. ആര്? ഇന്ദ്രൻ. മഹാമതിയാണ്, വലിയ വിശാല ബുദ്ധിയുള്ളവനാണ്, സൂക്ഷ്മ ബുദ്ധിയുള്ളവനാണ്. എവിടെ പോയി എന്ത് സംസാരിക്കണം എന്നൊക്കെ നല്ല വകതിരിവുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ശ്ലക്ഷ്ണയാ വാച സാന്ത്വയിത്വ, ശ്ലക്ഷ്ണയാ വാച, ശ്ലക്ഷ്ണം എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവമായത്, മൃദുവായത് എന്നൊക്കെ അർത്ഥം. അപ്പൊ മൃദുവായ, നല്ല മൃദുവായ സന്തോഷിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് സാന്ത്വയിത്വ, സാന്ത്വയിത്വ എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ല സംശയങ്ങളോ വിക്ഷേപങ്ങളോ ആകാംക്ഷയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ശമിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് ഒക്കെ അർത്ഥം. നമ്മുടെ മഹാബലി കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല സാന്ത്വനിപ്പിക്കാൻ, ആ അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന് മനസ്സിൽ വിക്ഷോഭമുണ്ടാവും, ആകാംക്ഷയുണ്ടാവും, എന്തിനാണ് ഇവർ വന്നിരിക്കണമെന്നുള്ള സംശയം ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് മനസ്സിനൊരു ശാന്തി കൊടുക്കണം.
ആ ശാന്തിയാണ് ഇവിടുത്തെ സാന്ത്വയിത്വ. അദ്ദേഹത്തിന്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയ ശേഷം അഭ്യഭാഷത തത് സർവം ശിക്ഷിതം പുരുഷോത്തമാത്. പുരുഷോത്തമാത് ശിക്ഷിതം തത് സർവം അഭ്യഭാഷത. അഭിഭാഷണം ചെയ്തു അല്ലെ? ഒരു വക്കീലിനെ പോലെ നേർക്ക് നോക്കി സംസാരിക്കലാണ്, കാര്യങ്ങൾ വ്യക്തമാക്കി പറയലാണ് അഭിഭാഷണം ചെയ്യുക. അപ്പൊ അഭ്യഭാഷത, അഭിഭാഷണം ചെയ്തു. തൽ സർവം, അത് മുഴുവൻ. ഏത് മുഴുവൻ? പുരുഷോത്തമാത് ശിക്ഷിതം, പുരുഷോത്തമനായ ഭഗവാനാൽ ശിക്ഷിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഉപദേശിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞ ചില രഹസ്യങ്ങളൊക്കെ പറയോ? അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെ, പാമ്പും എലിയും തമ്മിലാണെങ്കിലും കൂട്ടുകൂടേണ്ടതാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചെന്ന് പറഞ്ഞാല് സീക്രട്ടൊക്കെ വെളിയിലാവും. അത് ശരി, ആ വിളവ് കയ്യിലിരിക്കട്ടെ എന്ന് ബുദ്ധിമാനായിട്ടുള്ള മഹാബലിയും പറയും. നിങ്ങളിപ്പോ പാമ്പിനെ പോലെ ഞങ്ങളെ എലികളെ പോലെ കണക്കാക്കിയിട്ട് ഇപ്പൊ കാര്യം കാണാൻ വന്നിരിക്കുകയാണല്ലേ, അപ്പൊ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എലിയെ പാമ്പ് ചാപ്പിടും പോലെ ഞങ്ങളെ ശരിയാക്കല്ലേ എന്ന് പറയും. അപ്പൊ എല്ലാ കാര്യവും പറയില്ല, പറയേണ്ടത് മാത്രം. എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത്, പറയാൻ ഉദ്ദേശിച്ചത്? അമൃതമദനത്തിന്റെ പ്രാധാന്യവും അതിൽ നിന്ന് കിട്ടുന്ന അമൃതം കഴിച്ചാലുള്ള ഗുണങ്ങളും, ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ. വേറെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാണ്. അപ്പോ പുരുഷോത്തമാത് ശിക്ഷിതം, ഭഗവാനിൽ നിന്ന് എന്തു പറയണം എന്ത് പറയരുത് എന്നും കൂടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും. അതന്നെയാണ് ശിക്ഷിതം. നമ്മള് അല്ലേ, കുട്ടികളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നല്ലപോലെ വ്യക്തമാക്കി പറഞ്ഞില്ലെങ്കിൽ, ആരെങ്കിലും നമ്മൾ കടം വാങ്ങിയവര് നമ്മുടെ വീട്ടിലേക്ക് പിരിക്കാൻ വന്നാൽ അച്ഛൻ അകത്ത് ബാത്റൂമിൽ ഒളിഞ്ഞിരുന്നിട്ട് കുട്ടികളോട് പറയണം അച്ഛൻ ഇല്ല എന്ന് പറയൂട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ കുട്ടികൾ ചെന്ന് പറയാ, എന്താ പറയാ? അച്ഛൻ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു. ആര് പറയാൻ പറഞ്ഞു? അച്ഛൻ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എവിടെ എങ്ങനെ ആരോട് ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളതായിട്ടുള്ള ബോധം ആ സന്ദേശവാഹകരിൽ ഉണ്ടാക്കി കൊടുക്കണം. ആരാണോ ഈ ദൂതനെ അയക്കുന്നത് അവര്. ഇവിടെ ഭഗവാൻ പറഞ്ഞത് മുഴുവൻ നല്ല മഹാമതിയായതുകൊണ്ട് ഇന്ദ്രന് വേണ്ടതുപോലെ വകതിരിവൊക്കെ ഉണ്ട്. ഇത്രയൊന്നും വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പുരുഷോത്തമാത് ശിക്ഷിതം സർവം അഭ്യഭാഷത, ഭഗവാനിൽ നിന്ന് കിട്ടിയതെല്ലാം ഭഗവാൻ എന്ത് പറയാൻ ഉദ്ദേശിച്ചുവോ അതെല്ലാം ചെന്ന് പറഞ്ഞു. തത് അരോചത ദൈത്യസ്യ തത്രാന്യേ യേ അസുരാധിപാഃ ശംബരോ അരിഷ്ടനേമിശ്ച യേ ച ത്രിപുരവാസിനഃ. തദരോചത ദൈത്യസ്യ തത്രാന്യേ യേ അസുരാധിപാഃ ശംബരോ അരിഷ്ടനേമിശ്ച യേ ച ത്രിപുരവാസിനഃ. തത് അരോചത ദൈത്യസ്യ, ദൈത്യൻ ഇവിടെ മഹാബലി. ഇപ്പൊ മഹാബലിക്ക് തത് അരോചത, അത് രുചിച്ചു എന്നർത്ഥമാണ്. നമ്മള് അരോചത എന്ന് കേൾക്കുമ്പോ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പ്രയോഗിച്ച് അരുചി ഉണ്ടായി എന്ന് കിടക്കരുത്. അവിടെ രുചിച്ചു എന്നുള്ള പാസ്റ്റ് ടെൻസിന്റെ പ്രിഫിക്സ് പ്രത്യയമാണ് അ എന്നുള്ളതായിട്ടുള്ള പ്രയോഗം, ഉപസർഗം. രുച എന്നുള്ളതായിട്ടുള്ള ധാതു രോചതി എന്ന് വർത്തമാനക്രിയ, രുചിക്കുന്നു. അരോചത് എന്ന് പറഞ്ഞാല് പാസ്റ്റ് ടെൻസായി, രുചിച്ചു എന്ന്. അപ്പോ അകാരം ചേർത്ത് ക്രിയാപദങ്ങൾ പ്രയോഗിച്ചാൽ അതൊക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് മനസ്സിലാക്കണം. പാസ്റ്റ് ടെൻസിന്റെ പ്രയോഗമാണ് ആ വെച്ചിട്ടുള്ളതായിട്ട് പ്രയോഗം. അപ്പൊ രുചിച്ചില്ല എന്നല്ല, തത് അരോചത, അത് രുചിച്ചു. കൊള്ളാലോ എന്ന് മഹാബലിക്കും തോന്നി. ദൈത്യസ്യ, അതുപോലെ മഹാബലിയുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? തത്ര അന്യേ അസുരാധിപാഃ, മറ്റ് അന്യന്മാരായിട്ടുള്ള ഏതൊക്കെ അസുരാധിപന്മാരുണ്ടോ അതിൽ പ്രമുഖരെ എടുത്തു പറഞ്ഞു. ശംബരഃ അരിഷ്ടനേമിശ്ച യേ ച ത്രിപുരവാസിനഃ. അപ്പൊ ശംബരൻ, അരിഷ്ടനേമി, അതുപോലെ ത്രിപുരവാസികളായിട്ടുള്ള മറ്റ് അസുരാധിപന്മാരും, ത്രിപുരന്മാര് എന്നറിയപ്പെടുന്നതായിട്ടുള്ള അസുരന്മാരും ശംബരൻ, അരിഷ്ടനേമി മുതലായവരും മഹാബലിയോടുകൂടെ അതിനെ അനുമോദിച്ചു, അതിനെ അവർക്ക് രുചിച്ചു, കൊള്ളാമെന്ന് അവരുടെയൊക്കെ അഭിപ്രായമായി. അങ്ങനെ അവര് സമ്മതിക്കുകയാണ്. എന്താ കാരണം? ഇത് അമൃതമദനം ആണ്, ഇതിൽ കിട്ടുന്നതായിട്ടുള്ള അമൃതം നമുക്കും ഭക്ഷിക്കാം, നമുക്കും പങ്ക് കിട്ടും.
അങ്ങനെ അമൃത് ഭക്ഷിച്ചാലോ നമുക്കൊരിക്കലും പിന്നെ മരണവും പരാജയവും ഉണ്ടാവില്ല. ആ ഒരു ഉദ്ദേശമാണ് അവരുടെ ഉള്ളില് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് നല്ല രുചിച്ചു. പങ്ക് കിട്ടും എന്നുറപ്പായപ്പോൾ, നല്ല പങ്ക് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവർക്കത് രുചിച്ചു എന്ന് താല്പര്യം. അപ്പൊ ഇന്ദ്രൻ എന്തായാലും ഭഗവാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങൾക്കൊക്കെ അതിന്റെ ഭാഗം തരാട്ടോ, നമുക്കൊന്നിച്ച് പങ്കിട്ടെടുക്കാട്ടോ എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. അത് രുചിച്ചു. തദരോചത ദൈത്യസ്യ. തതോ ദേവാസുരാ കൃത്വാ സംവിദം കൃതസൗഹൃദാഃ ഉദ്യമം പരമം ചക്രുഹു അമൃതാർത്ഥേ പരന്തപ. തതോ ദേവാസുരാ കൃത്വാ സംവിദം കൃതസൗഹൃദാഃ ഉദ്യമം പരമം ചക്രുഹു അമൃതാർത്ഥേ പരന്തപ. തതഃ അനന്തരം ദേവാസുരാഃ കൃതസൗഹൃദാഃ, ദേവാസുരന്മാർ, ദേവന്മാരും അസുരന്മാരും കൃതസൗഹൃദാഃ, അവർ പരസ്പരം സൗഹൃദം ചെയ്തവരായി, സഖ്യം ചെയ്തവരായി, പരസ്പരം കൈകൊടുത്തു. ഹായ്, നല്ല കാര്യം, രണ്ടു കൂട്ടർക്കും പ്രയോജനം ഉണ്ടാവുന്ന കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് സൗഹൃദത്തെ ചെയ്തു. എന്നിട്ടോ കൃത്വാ സംവിധം, സംവിധം കൃത്വ, സംവിധം എന്ന് പറഞ്ഞാല് നല്ല നിശ്ചയത്തെ, ബുദ്ധി കൊണ്ട്, വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, സംവിത്ത് ശരിയായ ബോധം, പരസ്പരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് പ്രോജക്റ്റ്, അതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയിച്ചു. എന്നിട്ട് നിശ്ചയിച്ചു, നമുക്ക് ഇന്നത് തുടങ്ങി ഇന്ന മാതിരി ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അജണ്ടകൾ ക്രമത്തിൽ എഴുതി. ഒരു മീറ്റിംഗ് കൂട്ടിയതായിരുന്നു അല്ലെ, ഒരു വലിയ യജ്ഞത്തിനുള്ള കമ്മിറ്റി മീറ്റിംഗ് കൂടിയതായിരുന്നു. എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ ചെയർമാൻ സ്ഥാനമൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ഇന്നവർ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് അതില് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രയോറിറ്റിയോട് കൂടിയിട്ട് എല്ലാം നിശ്ചയിച്ചതിനെയാണ് സംവിധം കൃത്വ. വേണ്ട പോലെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് നിശ്ചയത്തെ ചെയ്തിട്ട് നിർത്താം. അല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെയാണ് അല്ലെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും കുറെ ആൾക്കാർ കൂടിയിട്ട്. അപ്പൊ പിന്നെ അതെല്ലാം എന്താ പറയുക, കോലാഹലമായിട്ട് മാറും, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു നല്ല പ്ലാനിങ് വേണം, അത് പ്ലാനിങ് ചെയ്തു എന്നർത്ഥം. സംവിധം കൃത്വ, ആ ദൈത്യന്മാരും അസുരന്മാരും ഉദ്യമം പരമം ചക്രുഹു അമൃതാർത്ഥേ പരന്തപ. ഹേ പരന്തപ, അല്ലയോ ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ പരീക്ഷത്ത് രാജാവേ എന്ന് സുഖബ്രഹ്മർഷി. അമൃതാർത്ഥേ പരമമുദ്യമം ചക്രുഹു, അമൃതത്തിനായിക്കൊണ്ട് അവർ പരമമായിട്ടുള്ള ഉദ്യമത്തെ എന്ന് വെച്ചാൽ നല്ലതുപോലെ പ്രയത്നത്തെ ചക്രുഹു ചെയ്തു. ചകാര ഏകവചനം, ചക്രദുഹു ദ്വിവചനം, ഇവിടെ ചക്രുഹു എല്ലാവരും കൂടി ചെയ്തു. അപ്പോ ഒന്ന് ചുരുക്കി പറഞ്ഞു, ചക്രുഹു എന്ന് സാമാന്യം പറഞ്ഞിട്ട് ഉദ്യമത്തെ ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ ക്രമത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് എണ്ണി പറയുന്നു കഥ. തതസ്തേ മന്ദരഗിരിം ഓജസോത്പാഠ്യ ദുർമദാഃ നദന്ത ഉദധിം നിന്യുഃ ശക്താഃ പരിഗബാഹവഃ. തതസ്തേ മന്ദരഗിരിം ഓജസോത്പാഠ്യ ദുർമദാഃ നദന്ത ഉദധിം നിന്യുഃ ശക്താഃ പരിഗബാഹവഃ. തതഃ അനന്തരം തേ ദേവാസുരാഃ, ദേവന്മാരും അസുരന്മാരും എന്ത് ചെയ്തു? മന്ദരഗിരിം ഓജസാ ഉത്പാട്യ, മന്ദരഗിരിയെ, മന്ദരപർവ്വതത്തെ, കടകോലാക്കാനുള്ള മന്ദരപർവ്വതത്തെ ഓജസ, അവരുടെ ശക്തിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ഉൽപാട്യ എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തിട്ട് അടർത്തിയെടുത്തിട്ട് അത് നിൽക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് മന്ദരപർവ്വതത്തെ പുഴക്കിയെടുത്തു എന്നർത്ഥം. ഉൽപാടനം ചെയ്തു. അവരെങ്ങനെയുള്ളവരാ? ദുർമദാഹ. അപ്പോഴേക്കും അഹങ്കാരം എവിടുന്നില്ലാതെ വന്നു. ആ മതത്തോട് കൂടിയിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതൊക്കെ എത്ര നിസ്സാരം എന്ന മട്ടിലായി. പിന്നെ അവരുടെ ഭാവം അറിയാതെ മതം കയറി വരികയാണ്. അങ്ങനെ ദുർമതന്മാരായിട്ടുള്ളവര് നദന്തഹ നാദം ചെയ്യുന്നവരായിട്ട്
അവരുടെ ആ ഒരു ആവേശത്തെ പ്രകടിപ്പിക്കുന്ന ഗർജനങ്ങള്, അട്ടഹാസങ്ങള്, ഉച്ചത്തില് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഉദതിം നിന്യുഹു, ഉദതിയിലേക്ക് നയിച്ചു. ഏതിനെ? മന്ദരഗിരിം. അപ്പൊ മന്ദരഗിരിം ഉദതിം നിന്യുഹു, മന്ദരഗിരിയെ ഉദതിയിലേക്ക് നയിച്ചു. ഉദതി എന്ന് പറഞ്ഞാൽ സമുദ്രം, ക്ഷീരോദതി. നിന്യുഹു നയിച്ചു. നിനായ എന്ന ഏകവചനം, നിന്യതുഹു ദ്വിവചനം, നിന്യുഹു ബഹുവചനം. ഇവരെല്ലാരും കൂടി നിന്യുഹു, എല്ലാരും കൂടി നയിച്ചു. ശക്താഹ, അവരൊക്കെ ശക്തന്മാരാണ് എല്ലാവരും. പരിഗബാഹവഹ, അവരുടെ ബാഹുക്കൾ പരിഗം പോലെ. പരിഗം എന്നാൽ നീണ്ട ഇരുമ്പൊലയ്ക്കകൾ പോലെയുള്ളത് എന്നർത്ഥം. ഇരുമ്പൊലയ്ക്കകൾ പോലെ നീണ്ടുരുണ്ടതും ബലമേറിയതുമായിട്ടുള്ള കൈകൾ കൊണ്ട് ശക്തന്മാരായിട്ടുള്ളവര് ശബ്ദിച്ചുകൊണ്ട്, അഹങ്കാരികളായിട്ടുകൊണ്ട് ആർത്ത് വിളിച്ച് ആ മന്ദരഗിരിയെ പറിച്ചെടുത്ത് സമുദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉദതിം നിന്യുഹു. എന്നാൽ ദൂരഭാരോദ്വഹസ്രാന്താഹ ശക്രവൈരോജനാദയഃ അപാരയന്തസ്തം വോഢും വിവശാവിജഹുഃപതി. ദൂരഭാരോദ്വഹസ്രാന്താഹ ശക്രവൈരോജനാദയഃ അപാരയന്തസ്തം വോഢും വിവശാവിജഹുഃപതി. ദൂരഭാര ഉദ്വഹ ശ്രാന്താഹ, ആര്? ശക്ര വൈരോചനാദയഃ. ശക്രൻ ശതക്രതുവായ ഇന്ദ്രൻ, വൈരോചനൻ വിരോചനന്റെ പുത്രനായ മഹാബലി, ആദയഃ എന്ന് പറഞ്ഞ രണ്ട് ടീമിലുള്ള ദേവാസുരന്മാരും. അപ്പൊ ഇന്ദ്രനും മഹാബലിയും അടക്കമുള്ളതായിട്ടുള്ള ദേവന്മാര് ദൂരഭാര ഉദ്വഹ ശ്രാന്താഹ. ഇത് മന്ദരപർവ്വതത്തെ പാൽക്കടലിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ദൂരമുണ്ട്, ചെറിയ ദൂരമൊന്നുമല്ല. അപ്പൊ ആ ദൂരഭാരം, വളരെ ദൂരം വഹിച്ചതുകൊണ്ട്, ഉദ്വഹം ചെയ്തതുകൊണ്ടുള്ള, ആ ഭാരോദ്വഹം ചെയ്തതുകൊണ്ടുള്ള ശ്രമം, അതുകൊണ്ട് ശ്രാന്തരായി, അവര് തളർന്നു, ക്ഷീണിച്ചു എന്നർത്ഥം. കുറച്ചു ദൂരം കൊണ്ടുവന്നപ്പോഴേക്കും അവരുടെ ആവേശമൊക്കെ പോയി, അവര് ക്ഷീണിച്ചു, ശ്രാന്തരായി. ആരംഭശൂരത്വം അല്ലെ, ആരംഭത്തിൽ നല്ല ശൂരത്വം കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവര് തളർന്നു, അവർക്ക് പൊക്കാൻ പറ്റാതെയായി. അപാരയന്തഃ തം വോടും, തം മന്ദരഗിരിം വോടും എന്ന് പറഞ്ഞാൽ വഹിക്കുവാൻ. വഹ എന്നുള്ള ധാതുവിന്റെ തുമുന്നന്ത ശബ്ദമാണ് വോടും, വഹിക്കുവാൻ എന്നർത്ഥം. അപ്പോ തം വോടും അപാരയന്തഃ, അതിനെ വഹിക്കുവാനായിക്കൊണ്ട് അശക്തരായിട്ട്. അപാരയന്തഃ എന്ന് പറഞ്ഞാൽ പാരം എന്താ വെച്ചാൽ അതിനെ മറുകര കാണാൻ അതിന് പ്രതിവിധി ഇല്ലാത്തവരായിട്ട് എന്നൊക്കെ അർത്ഥം. അസമർത്ഥരായിട്ട് എന്ത് ചെയ്തു? വിവശാഹ, പരവശരായി, താങ്ങാൻ പറ്റില്ല, ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായിട്ട്. പതി വിജഹു, പതി മാർഗമധ്യേ, പന്ഥാനത്തിൽ വഴിയിൽ, വിജഹു വിശേഷേണ ഉപേക്ഷിച്ചു എന്നർത്ഥം. വിജഹു, അവര് ഹാതി എന്നുള്ളതായിട്ടുള്ള ധാതു ഉപേക്ഷിക്കുക എന്നുള്ളതിന്റെ ഇവിടെ പാസ്റ്റ് ടെൻസ് ബഹുവചനം. വിജഹു, അവര് വിശേഷേണ ഉപേക്ഷിച്ചു, നന്നായി ഉപേക്ഷിച്ചു, നിവൃത്തിയില്ല, കൈവിട്ടു. അപ്പൊ ഇത്രയേ ഉള്ളൂ അവരുടെ കപ്പാസിറ്റി. പാലാഴിമതനം തുടങ്ങിയിട്ടേ ഇല്ല, കടകോല് കൊണ്ടുവരുന്ന പണിയാണിപ്പോ. അതിൽ തന്നെ അവർ പരാജയപ്പെട്ടു. മന്ദരപർവ്വതത്തെ വലിയ ആവേശത്തോടെ അഹങ്കാരത്തോടെ പൊക്കി നിലവിളിച്ചുകൊണ്ട് വരാൻ പുറപ്പെട്ടതാണ്. കുറച്ച് ദൂരം വഹിച്ചതോടുകൂടി ശ്രാന്തരായി, അശക്തരായി, വിവശരായി, നിസ്സഹായരായി താഴെയിട്ടു. നമ്മളും ഏത് കാര്യം പുറപ്പെടുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരംഭശൂരത്വം കാണിക്കും, കുറച്ച് കഴിയുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകും. എന്നാൽ ആരാണോ വളരെ നല്ലപോലെ ആലോചിച്ച് വിനയത്തോടെ ഈശ്വരാർപ്പണത്തോടെ മറ്റുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ലക്ഷ്യം പ്രാപിക്കാൻ കഴിയും, വിജയമുണ്ടാവും. കാരണം ഈശ്വരൻ അവരുടെ കൂടെയുണ്ട്. ഇവരുടെ മതം വന്നപ്പോൾ ഈശ്വരനൊക്കെ പോയി, ഭഗവാൻ താങ്ങുണ്ടായിരുന്നില്ല. അവരുടെ ബലമൊക്കെ ക്ഷയിച്ചു. അങ്ങനെ അവർ വഴിയിൽ ഉപേക്ഷിച്ചു. ഇനിയിപ്പോ എന്താ വഴി? നിപതൻ സഗിരിസ്തത്ര ബഹൂൻ അമരദാനവാൻ
ചൂർണയാമാസ മഹതാ ഭാരേണ കനകാചലഃ നിപതൻ സഗിരിസ്തത്ര ബഹൂൻ അമരദാനവാൻ ചൂർണയാമാസ മഹതാ ഭാരേണ കനകാചലഃ. അപ്പോ ആ ഗിരി, ആ മന്ദരപർവ്വതം തത്ര നിപതൻ, അവിടെ നിപതിച്ചപ്പോൾ ഇവരുടെ കൈവിട്ട് താഴേക്ക് വീഴുകയുണ്ടായത്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു വെക്കുകയൊന്നുമല്ല ഉണ്ടായത്. അവശരായപ്പോ നിവൃത്തിയില്ലാതെ പലരുടെ കയ്യിൽ നിന്നും വിട്ടുപോയി. അങ്ങനെ തത്ര നിപതൻ, നിപതിച്ചതായിട്ടുള്ള കനകാചലഃ, കനകാചലം സ്വർണപർവ്വതമായ മേരുപർവ്വതം, ഇവിടെ മന്ദരപർവ്വതം. ആ കനകമയമായിട്ടുള്ള മന്ദരപർവ്വതം എന്ത് ചെയ്തു? മഹതാ ഭാരേണ, അതിന്റെ മഹത്തായ ഭാരം കൊണ്ട് ബഹൂൻ അമരദാനവാൻ ചൂർണയാമാസ, ഒരുപാട് അമരന്മാരെയും ദാനവന്മാരെയും പൊടിയാക്കി കളഞ്ഞു, ചതച്ചു കളഞ്ഞു, ചൂർണം പോലെയാക്കി, ചമ്മന്തിയാക്കി എന്നൊക്കെ അർത്ഥം. ഇപ്പൊ അവരുടെ കൈകാലുകളൊക്കെ അടിയിൽപ്പെട്ടവരും തലയൊക്കെ പെട്ടവരും ദേഹം പെട്ടവരും ഒക്കെ ചതഞ്ഞ് ചമ്മന്തിയായി എന്നർത്ഥം. ചൂർണയാമാസ, അവരെ ചൂർണമാക്കി കളഞ്ഞു. താംസ്തദാ ഭഗ്നമനസോ ഭഗ്നബാഹൂരു കന്ധരാൻ വിജ്ഞായ ഭഗവാൻ തത്ര ബഭൂവ ഗരുഡധ്വജഃ. താംസ്തദാ ഭഗ്നമനസോ ഭഗ്നബാഹൂരു കന്ധരാൻ വിജ്ഞായ ഭഗവാൻ തത്ര ബഭൂവ ഗരുഡധ്വജഃ. അപ്പോ താൻ അവരെ തഥാ അപ്രകാരം ഭഗ്നമനസഃ, ഭഗ്നമായ മനസ്സോടുകൂടി, എന്നുവെച്ചാൽ ഭേദിക്കപ്പെട്ട മനസ്സ്, ഇനിയിപ്പോ നടക്കില്ല എന്ന് അവരുടെ നിശ്ചയമൊക്കെ പോയി, ഫെയിലായി, നിരാശരായി, ലക്ഷ്യം നേടാൻ സാധിക്കില്ല എന്നവർക്ക് തോന്നിപ്പോയി. അങ്ങനെ ഭഗ്ന മനസ്സുകളായി തീർന്നു, നിരാശ ബാധിച്ചവരായി തീർന്നു. അങ്ങനെയുള്ളവരും ഭഗ്ന ബാഹൂരു കന്തരാൻ, അവരുടെ ബാഹുക്കൾ, ഊരുക്കൾ, കന്തരങ്ങൾ ഒക്കെ ഭഗ്നങ്ങളായി. ബാഹു കൈകള്, ഊരു തുടകള്, കന്തരങ്ങള് കഴുത്ത്. അപ്പൊ ഇതെല്ലാം ഭഗ്നങ്ങളായി, എല്ലാം ഒടിഞ്ഞു ചമ്മന്തിയായി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവരെ താൻ വിജ്ഞായ, അവരെ കണ്ടിട്ട് അറിഞ്ഞിട്ട് സർവജ്ഞനും സർവവ്യാപിയായ ഭഗവാൻ, ആ ഭഗവാൻ ഗരുഡധ്വജഃ തത്ര ബഭൂവ, ഗരുഡധ്വജനായ ഭഗവാൻ, ഗരുഡവാഹനനായിട്ടുള്ള ഭഗവാൻ അവിടെ വന്നു ചേർന്നു. ഇപ്പൊ ഇവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഒന്ന് മാറി നിന്നതാണ്. അവർക്ക് അഹങ്കാരം ശമിച്ചതോടുകൂടിയിട്ട് അവർ ഭഗ്നമനസ്സരായതോടുകൂടി, നിരാശരായതോടുകൂടി ഇനി അവര് ചെയ്യാതിരിക്കണ്ട, സഹായിച്ചു കളയാം എന്ന് പറഞ്ഞ് ഭഗവാൻ വാക്ക് പറഞ്ഞത് പാലിക്കാനായിക്കൊണ്ട് ഭഗവാൻ അവിടേക്ക് ഗരുഡവാഹനായി ആവിർഭവിച്ചു, അവിടെ വന്നു ചേർന്നു. ഗിരിപാദ വിനിഷ്പിഷ്ടാൻ വിലോക്യാമരദാനവാൻ ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവ്രണാൻ യഥാ. ഗിരിപാദ വിനിഷ്പിഷ്ടാൻ വിലോക്യാമരദാനവാൻ ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവ്രണാൻ യഥാ. അങ്ങനെ അമരദാനവാൻ വിലോക്യ, അമരദാനവന്മാരെ, ദേവന്മാരെയും അസുരന്മാരെയും കണ്ടിട്ട്, എങ്ങനെ കണ്ടിട്ട്? ഗിരിപാദ വിനിഷ്പിഷ്ടാൻ. പിഷ്ടം എന്ന് പറഞ്ഞാല് പേഷണം ചെയ്യപ്പെട്ടത്, ചതയ്ക്കപ്പെട്ടത്, ചമ്മന്തിയാക്കപ്പെട്ടത്, പേസ്റ്റാക്കപ്പെട്ടതാണ് പിഷ്ടം. നിഷ്പിഷ്ടം, നിതരാം പിഷ്ടം, നല്ലതുപോലെ അരയ്ക്കപ്പെട്ടത്. വിനിഷ്പിഷ്ടം, വിശേഷേണ നല്ലതുപോലെ അരയ്ക്കപ്പെട്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ചമ്മന്തിയായത്? ഗിരിപാദം കൊണ്ട്, ഗിരി പതിച്ചത് കൊണ്ട്. അപ്പൊ പർവ്വതം വീണ് ചതഞ്ഞ് ചമ്മന്തിയായ അമരദാനവന്മാരെ കണ്ടവനായിട്ടുള്ള വിലോക്യ ഭഗവാൻ എന്ത് ചെയ്തു? ഈക്ഷയാ ജീവയാമാസ നിർജരാൻ. നിർജരാൻ ഈക്ഷയാ ജീവയാമാസ. ഇവിടെ നിർജരന്മാരെന്നാൽ ജരാനരകൾ ബാധിക്കാത്തവർ ആരാണ്? ദേവന്മാരുടെ പര്യായമാണ്. നിർജരന്മാരെന്നത് ദേവന്മാരുടെ മാത്രം പര്യായമാണ്. അപ്പൊ ദേവന്മാരെ ഈക്ഷയാ ജീവയാമാസ, അദ്ദേഹം തന്റെ കടാക്ഷം കൊണ്ട് അവരെ മാത്രം ജീവിപ്പിച്ചു, മറ്റവരേക്ക് നോക്കിയില്ല എന്നർത്ഥം. അസുരന്മാരുടെ നേരെ ഭഗവാൻ നോക്കിയില്ല. കാരണം അവരിപ്പോ അല്ലെങ്കിൽ തന്നെ ശക്തന്മാരായി, എണ്ണത്തിൽ കൂടുതലും വണ്ണത്തിൽ കൂടുതലും ഒക്കെ ഉള്ളവരാണ്.
അവരുടെ ആവശ്യമൊന്നും ആർക്കില്ല. ഈ പാലാഴി മദനത്തിന് ഭഗവാന്റെ ആവശ്യം അല്ല, അവരുടെ ആവശ്യം ഭഗവാനില്ല. ഭഗവാനാണ് ഇതൊക്കെ നടത്താൻ പോണത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവരെ അവഗണിച്ചു. എത്രയും എണ്ണം കുറഞ്ഞു അത്രയും നല്ലത് എന്ന് ഭഗവാൻ വിചാരിച്ചു. അങ്ങനെ അസുരന്മാരെ ഭഗവാൻ കടാക്ഷിച്ചില്ല, അവരെ ജീവിപ്പിച്ചില്ല. നിർജ്ജരന്മാരെ ഭഗവാൻ ഈക്ഷയാ ജീവയാമാസ. ഏതുപോലെ നിർവ്രണാൻ യഥാ, നിർവ്രണൻ യഥാ, അവര് എപ്രകാരമായാൽ അവർ നിർവ്രണന്മാരാകുമോ, അല്പം പോലും വ്രണം ഇല്ലാത്തവർ. വ്രണം എന്ന് പറഞ്ഞാല് മുറിവ്, ചതവും മുറിവും പൊട്ടലും ഒന്നും ഇല്ലാത്തവരായിട്ട് അവരെ ആരോഗ്യവാന്മാരാക്കി ഭഗവാൻ തന്റെ കടാക്ഷം കൊണ്ട് പൂർവസ്ഥിതിയിലാക്കി, ശക്തന്മാരാക്കി തീർത്തു. അവയവ ഭംഗങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു ഭഗവാന്റെ കടാക്ഷം കൊണ്ട്. അപ്പൊ ദേവന്മാരിപ്പോ നോർമലായി. തുടർന്ന് ഗിരിം ചാരോപ്യ ഗരുഡേ ഹസ്തേനൈകേന ലീലയാ ആരുഹ്യ പ്രയയൗ അബ്ധിം സുരാസുരഗണൈർവൃതഃ. ഗിരിം ചാരോപ്യ ഗരുഡേ ഹസ്തേനൈകേന ലീലയാ ആരുഹ്യ പ്രയയൗ അബ്ധിം സുരാസുരഗണൈർവൃതഃ. ഭഗവാൻ ഗിരിംച ആരോപ്യ ഗരുഡെ, ഗരുഡന്റെ പുറത്തേക്ക് ആ ഗിരിയെ ആരോപണം ചെയ്തു. എങ്ങനെ? ഹസ്തേന ഏകേന ലീലയ. എല്ലാം ലീലയാണ് ഭഗവാന്. അപ്പൊ ലീലയ ഒരു കളിയായിട്ട് ഏകേന ഹസ്തേന, നമ്മുടെ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെയും ലീലയ അല്ലേ ദദാര, ഏകയാ ഹസ്തയ അല്ലേ, ഏകേന അങ്കുല്യ, ഏകയാ അങ്കുല്യ, ഒരു വിരല് കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ഭഗവാനും ഈ ഭഗവാനും ഒന്ന് തന്നെയാ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ തന്റെ ഒരു കൈകൊണ്ട് ലീലയായിട്ട് ഈ അതിനെ എടുത്തു. കൂൺ പറിക്കുന്ന ലാഘവത്തോടെ എന്ന് ഭാഗവതത്തിൽ പറയും ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തുമ്പോൾ. അതേപോലെ ഇവിടെ കൊച്ചു കുട്ടികൾ കളിക്കുമ്പോൾ കൂൺ പറിക്കുന്ന ലാഘവത്തോടെ ഭഗവാൻ ലീലയായിട്ട് എടുത്തിട്ട് ഒറ്റ കൈകൊണ്ട് ഗരുഡന്റെ പുറത്ത് വെച്ചു കൊടുത്തു. ഗരുഡനും ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് അതൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആരുഹ്യ, ഭഗവാൻ സ്വയം ഗരുഡന്റെ പുറത്ത് ആരോഹണം ചെയ്തു. അങ്ങനെ ആരുഹ്യ പ്രയയൗ അബ്ധിം, അബ്ധിം പ്രയയൗ, പ്രയയൗ പ്രയാണം ചെയ്തു. ആര്? ഭഗവാൻ പ്രയാണം ചെയ്തു. എവിടേക്ക്? അബ്ധിം, അബ്ധിം പ്രതി, അബ്ധിയിലേക്ക്, സമുദ്രത്തിലേക്ക്. എങ്ങനെ? സുരാസുരഗണൈഹി വൃതഃ, സുരാസുരഗണങ്ങളാൽ വൃതനായിട്ട്. അപ്പൊ ദേവാസുരന്മാർക്ക് ഉത്സാഹമായി. ഹൗ, എല്ലാം പ്രോജക്റ്റ് നശിച്ചു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിരാശരായവരായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ വന്ന് ഇത് പൊക്കിയെടുത്ത് ഗരുഡന്റെ മുകളിലേക്ക് എടുത്തു വെച്ചത്. ഭഗവാൻ തന്നെ പറഞ്ഞു, നിങ്ങളൊക്കെ വന്നോളൂ, ഞാൻ അവിടെ കൊണ്ടുതരാം, ബാക്കി കാര്യം നിങ്ങൾ നോക്കിക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ദേവാസുരന്മാർ ഉത്സാഹത്തോടെ ഭഗവാനെ വിളിച്ചുകൊണ്ട് ആവേശത്തോടുകൂടെ ആ അബ്ധിയിലേക്ക് എല്ലാവരും ചെന്നു. സുരാസുരഗണൈർവൃതഃ അബ്ധിം പ്രയയൗ. എന്നിട്ടോ അവരോപ്യഗിരിം സ്കന്ധാത് സുപർണഃ പദതാംബരഃ യയൗ ജലാന്ത ഉത്സൃജ്യ ഹരിണാ സവിസർജിതഃ. അവരോപ്യഗിരിം സ്കന്ധാത് സുപർണഃ പദതാംബരഃ യയൗ ജലാന്ത ഉത്സൃജ്യ ഹരിണാ സവിസർജിതഃ. അങ്ങനെ ആ സുപർണഃ, സുപർണൻ നല്ല ചിറകുകളുള്ളവൻ ഗരുഡൻ. പദതാംബരഃ, പദതാംബരഃ എന്ന് പറഞ്ഞാൽ പക്ഷികളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്നർത്ഥം. പക്ഷിരാജാവായ ഗരുഡൻ തന്റെ സ്കന്ധാത്, തന്റെ തോളിൽ വെച്ചിരുന്നതായിട്ടുള്ള ഗിരിം അവരോപ്യ, ആ ഗിരിയെ അവിടെ ഇറക്കി വെച്ചു. എവിടെ? ആ സമുദ്രത്തിലേക്ക്. അതാണ് ജലാന്തേ ഉത്സൃജ്യ എന്ന് പറയുന്നത്. ജലാന്തേ ഉത്സൃജ്യ, ജലസമീപത്ത് ഉത്സർജിച്ചിട്ട് അവർക്ക് വേണ്ടതുപോലെ വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു? യയൗ, ആരോടുകൂടെ? ഹരിണ, അല്ല ഇവിടെ ഉത്സൃജ്യ ഹരിണ വിസർജിത സഹ യയൗ എന്നെടുക്കണം. ഹരിണ വിസർജിത. അവിടെ ഹരി ഭഗവാൻ എന്ത് ചെയ്തു? ഗരുഡനോട് പൊക്കോളാൻ പറഞ്ഞു. അതാണ് വിസർജിത. വിസർജിത ഉപേക്ഷിക്കപ്പെട്ടവൻ, പറഞ്ഞയക്കപ്പെട്ടവൻ എന്നർത്ഥം. ഓ, അങ്ങയുടെ ഡ്യൂട്ടി കഴിഞ്ഞു, പൊക്കോളൂ കേട്ടോ, ഞാൻ വിളിക്കുമ്പോ സ്മരിക്കുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞ് ഗരുഡനെ ഭഗവാൻ യാത്രയാക്കി. ഭഗവാൻ അവിടെ ലാൻഡ് ചെയ്ത് ഇവരുടെ കൂടെ നിൽപ്പുണ്ട്. പാലാഴി മദനം ആരംഭിക്കുകയുള്ളപ്പോൾ ഭഗവാനാണല്ലോ ഇനിയിപ്പോ ആദ്യം കയറി വാസുകിയുടെ
തലയിലൊക്കെ പിടിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ഭഗവാൻ ഉണ്ട്, ഗരുഡനെ പറഞ്ഞയച്ചു. അങ്ങനെ ഹരിണാ വിസർജിത സഹ യയൗ, ഹരിയാലും ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞയക്കപ്പെട്ടവനായിട്ടുള്ള ആ ഗരുഡൻ തന്റെ പണി നോക്കിപ്പോയി. ഭഗവാൻ സ്മരിക്കുമ്പോൾ അവിടെ എത്തിക്കോളൂ ഇനി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നത്. ഇനി 7-ാം അധ്യായം ഇതിന്റെ തുടർച്ചയായിട്ട് വാസുകിയെ കൊണ്ടുവരുന്നതും മദനം ആരംഭിക്കുന്നതുമാണ്. അപ്പൊ തന്നെ വിഘ്നമുണ്ടാകുന്നുണ്ട്, ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അങ്ങനെ 8-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൂർമാവതാരം ചെയ്യുന്ന കഥ നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ ഇവിടെ നിർത്തുകയാണ്. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമദനോ നാമ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇന്ന് 4 മണിക്ക് ദേവീ മാഹാത്മ്യ പാരായണം പുറത്ത് പാലക്കാട് തന്നെയുള്ള ഒരു പ്രമുഖ ദേവീക്ഷേത്രമാണ് കർണകി അമ്മൻ ക്ഷേത്രം. പാലക്കാട് മേലാമുറിക്കടുത്ത് മൂത്താന്തറ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടേക്ക് ഇവിടുന്ന് ഒരു 3:30 മുമ്പെങ്കിലും പോകണം. അപ്പോൾ എല്ലാം നേരത്തെ ആക്കിയിട്ട് പോകണം. ശബ്ദവും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? കുറേ നേരം പാരായണം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഉള്ള ശബ്ദത്തെ, എനർജിയെ ഒക്കെ സംഭരിച്ചു വെക്കണം. അതുകൊണ്ട് നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. അവിടെ പറ്റിയാൽ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ, ലൈറ്റൊക്കെ വേണ്ടത്രയൊക്കെ ഉണ്ടെങ്കിൽ, എന്നെ സഹായിക്കാനും ഇതിനൊക്കെ ആളുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. മീനമാസം 1-ാം തീയതി ആശംസകൾ.